ഇന്ന് ടൊട്ടു നല്ലൊരു കിടിലൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞ് അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി നിൽക്കുന്ന ഒരു പരുവാണ്. അത്യാവശ്യം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. അരമണിക്കൂറായിട്ട് ഇത് ഇളക്കി ഇങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കിടിലൻ ടേസ്റ്റ് ആയിരിക്കുന്ന കാര്യത്തിൽ സംശയം. ഇത്രയും സമയം എടുത്തുണ്ടാക്കുന്നില്ലേ. സ്ലോ കുക്ക് എന്ന് പറയുന്നത് എപ്പോഴും ടേസ്റ്റിയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു കുക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ലോ കുക്കാണ്. വളരെ നേരം എടുത്തിട്ടാണ് ഇത് വഴറ്റിയെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് മുട്ടയുടെ ഒപ്പം തന്നെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എരിവും മസാലയൊക്കെ കൂടെ കറക്റ്റായിട്ടൊന്ന് പാകമായിട്ട് മാറും. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റും ആയിരിക്കും. ഇനി തേങ്ങാപ്പാൽ വീട്ടിലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലാത്തതുകൊണ്ട് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ഈ ഒരു നമ്മൾ സ്ത്രീകൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ആത്മാർത്ഥതയാണ് ബോയ്സ് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അവർ കുറച്ചും കൂടെ ഈ പെട്ടെന്നുള്ള പരിപാടിയൊന്നുമില്ല അവർക്ക്. ചെയ്യുകയാണെങ്കിൽ സമയമെടുത്ത് കഷ്ടപ്പെട്ടിട്ടേ പണിയെത്തുള്ളൂ. നമ്മളെപ്പോലെ ഉടായ്പ പരിപാടികളൊന്നും അവർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും, ഭയങ്കര റിച്ചായിരിക്കും. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റാത്തതായിരിക്കും. കാരണം അതിൽ ആവശ്യത്തിലധികം എണ്ണയുണ്ടാവും, ബട്ടർ ഉണ്ടാവും, പിന്നെ ഫ്രഷ് ക്രീംസ് ഉണ്ടാവും, എല്ലാ മസാലകൾ കൂടുതലായിരിക്കും. എല്ലാം അതിൻ്റെ ഒരിച്ചിരി മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ അവരുണ്ടാക്കും. കാരണം എന്നാലാണല്ലോ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ എന്താ പറയുക തോൽപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊക്കെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് പൊറോട്ടയാണ് കേട്ടോ. നമ്മളത് ചൂടാക്കി എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. മിക്കുവിൻ്റെ എഗ്ഗ് കൊടുക്കുകയാണ്. മിക്കുവിൻ്റെ ഫുഡ് ഞാനിപ്പോൾ ഇതിൽ മിക്സ് ചെയ്യും. ഇത് അവൻ്റെ ഫുഡാണ്. മുറിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവന് മുട്ട ഒറ്റ വഴിക്ക് അവൻ കഴിക്കും. പിന്നെ അവൻ്റെ ഫുഡ് അവൻ ബാക്കി വെക്കും. അപ്പോൾ ഇത് ഇച്ചിരി പൊടിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ അവനെന്ത് വെച്ച് കഴിഞ്ഞാൽ മുട്ട മാത്രം കഴിക്കും. വെയിറ്റ് 1 2 3 4 5 6 7 8 9 10 eat. മിക്കുന്നത് നല്ല അനുസരണമാണ്. അവൻ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കും. നമ്മളെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ കഴിക്കത്തുള്ളൂ. ചക്കരക്കുട്ടനാണ്. കേട്ടോ, ഉണ്ടാക്കി കഴിഞ്ഞതുമല്ല, വിശന്ന് പൊരിഞ്ഞുപോയി. ഇരിക്കാനുള്ള സമയം പോലും കിട്ടാതെ ഫുഡ് റെഡിയായി കഴിക്കുന്നു. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഗ്രേവി കേട്ടോ. എഗ് റോസ്റ്റും പൊറോട്ടയും നോക്കാൻ പോലും സമയമില്ല. കാരണം അത്രയ്ക്ക് വിശന്ന് പൊരിഞ്ഞു പോയിട്ടുണ്ട്. ആ കറി ഇങ്ങോട്ടൊന്ന് എടുത്ത് വെക്കൂടാ. ഇതിലോട്ട് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ എഗ് റോസ്റ്റ്. പൊറോട്ട ഇതാ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണോ? സൂപ്പർ കറി. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടല്ലേ. ഒരു പൊടിക്ക് ഉപ്പും കൂടെ വേണമെന്നാണ് ഷെഫ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മിക്സ് വിശന്ന് കണ്ണ് കാണാൻ പറ്റാതായിപ്പോയി അല്ലേ. അതുകൊണ്ട് നിന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എഗ് റോസ്റ്റും പൊറോട്ടയും കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. ബൈ.